ما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. സത്യവിശ്വാസികൾക്ക് സമ്പൂർണമായ വിശുദ്ധിയും സംസ്കരണവും സാധ്യമാകുന്ന സവിശേഷമായ ആരാധനാ കർമ്മമാണ് നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ റമദാനിലെ ബുധാനുഷ്ഠാനം. എല്ലാ ആരാധനകൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. മൊത്തത്തിൽ അവയെല്ലാം മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ്, അവൻ്റെ കർമ്മങ്ങളെ നന്നാക്കി തീർക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ചതിൻ്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആലു ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ പ്രവാചകനായി നിയോഗിക്കുക വഴി അല്ലാഹു വിശ്വാസി സമൂഹത്തോട് വലിയ അനുഗ്രഹമാണ് ചെയ്തത്. കാരണം ആ പ്രവാചകൻ യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിൽ നിന്നുള്ള ആയത്തുകൾ വിശ്വാസികൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും വയുസക്കീഹിം, അങ്ങനെ അവരെ സംസ്കരിച്ചെടുക്കുകയും വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വിശുദ്ധ വേദഗ്രന്ഥവും അതിൻ്റെ വിശദീകരണമായ ഹദീസ്, ഹിക്മത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും കൊണ്ടിരുന്നു. അതിനു വേണ്ടിയാണ് പ്രവാചകനെ നിയോഗിച്ചത്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു യഥാർത്ഥത്തിൽ മാനവ സമൂഹം. വിശ്വാസികൾക്ക് ഇவ்விധത്തിലുള്ള അനുഗ്രഹം കിട്ടിയപ്പോൾ അത് അവരെ സംസ്കരിച്ചെടുക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാവുന്ന പോലെ ഹിജറ പോയ, എത്യോപ്യയിലേക്ക് ഹിജറ പോയ വിശ്വാസികളെ തങ്ങൾക്ക് തന്നെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ചക്രവർത്തിയായിരുന്ന നജ്ജാശി രാജാവ് അഥവാ നേഗസ് ചക്രവർത്തി ഖുറൈശി കിങ്കരന്മാരവരെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അടിമകളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമാണ് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഒളിച്ചോടി വന്ന ഈ ആളുകൾ. അതുകൊണ്ട് ഇവർ ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ ആളുകളാണ്, അവരെ ഞങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നാണ് പറഞ്ഞത്. നേഗസ് ചക്രവർത്തി ബുദ്ധിപൂർവമാണ് കാര്യം കൈകാര്യം ചെയ്തത്. എൻ്റെ നാട്ടിൽ എന്നിൽ വിശ്വാസമർപ്പിച്ച് അഭയം തേടിയ ആളുകളെ എനിക്ക് നേരിട്ട് കാണണം,
അവരെ സംസാരിക്കണം, എന്നിട്ടേ നിങ്ങൾക്ക് വിട്ടുതരാൻ പറ്റൂ. അവർ ചക്രവർത്തിയെ സ്വാധീനിക്കാൻ വേണ്ടി വമ്പിച്ച സമ്മാനങ്ങളും മറ്റൊക്കെ ആയിട്ടാണ് വന്നത്. ഹദിയ ഒക്കെ കൊടുത്തിട്ട് സോപ്പിട്ടിട്ട് ഈ വിശ്വാസികളെ വീണ്ടും മക്കയിലേക്ക് തന്നെ കൊണ്ടുപോയി പീഡിപ്പിക്കാനായിരുന്നു ഉദ്ദേശം. ദീർഘമായ സംസാരം നടക്കുന്നുണ്ട്. അന്ന് ശത്രുപക്ഷത്ത് നിന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ചവരെ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ചക്രവർത്തി പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇതിന് മറുപടി പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളീ. വിശ്വാസികളുടെ കൂട്ടത്തിൽ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. നമ്മൾ പലവട്ടം കേട്ടതാണ്, പക്ഷേ ഓർക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് വിവരദോഷികളായ ആളുകൾ മദ്രസാ പഠനം ലഹരി കടത്തിന് സഹായകമാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാലത്ത് മുസ്ലിമീങ്ങളിൽ പെട്ട കാക്കമാര് നമ്മളെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവര് എത്ര വലിയവന്മാരാണെങ്കിലും ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും വലിയ ശല്യമാണ് അവരെ കൊണ്ടുള്ളത്. അത് മറ്റുള്ളവർക്കൊരു PR വർക്ക് എന്ന് പറഞ്ഞ മാതിരി മറ്റുള്ളവർക്കൊരു വടി കൊടുക്കുകയാണ്. ഇനി ബാക്കി അവരെ ഏറ്റോളും. അവർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് ഒരു വാക്കിൽ അബദ്ധാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമില്ല, ഒഴിച്ചിലുമായി മറ്റവർക്കൊരു വലിയ നേട്ടമായി അവരവരുടെ പണി നടത്തിക്കോളും. യഥാർത്ഥത്തിൽ ആരായിരുന്നു ജാഹിലിയ കാലത്തെ മനുഷ്യർ? അവരെന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്? അവരെന്താണ് പ്രവാചകനിൽ നിന്ന് പഠിച്ചത്? അതാണ് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ അവതരിപ്പിച്ചത്. അയ്യുഹൽ മലിക് കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയ നഅബുദുൽ അസ്നാം. കേവല ബിംബാരാധന നടത്തി വന്ന അജ്ഞാത കാലഘട്ടത്തിലെ ഒരു ജനതയാണ് ഞങ്ങൾ. വനഅ്കുലുൽ മൈത്ത, ശവം തിന്നാൻ ഞങ്ങൾക്ക് മടിയുണ്ടായിരുന്നില്ല. വനഅ്തി അൽ ഫവാഹിഷ്, എന്ത് വൃത്തികേടും ഞങ്ങൾ ചെയ്തിരുന്നു. വനഖതഉൽ അർഹാം, ഞങ്ങൾ കുടുംബബന്ധം വിച്ഛേദിക്കാറുണ്ടായിരുന്നു. വനുസീഉൽ ജിവാർ, അയൽവാസികളോട് വളരെ മോശമായിട്ടാണ് ഞങ്ങൾ പെരുമാറിയിരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്ന, ഞങ്ങളെ കൂട്ടത്തുനിന്ന് അള്ളാഹ് ഒരാളെ ദൂതനായി നിയോഗിച്ചു. ഞങ്ങൾക്കറിയാം ആരാണ് മുഹമ്മദ്, ഞങ്ങൾക്കറിയാം ആരാണ് മുഹമ്മദിന്റെ വാപ്പാന്ന്, ഞങ്ങൾക്കറിയാം ആരാണ് ആ വാപ്പാന്റെ വാപ്പാന്ന്. അങ്ങനെ 20 വാപ്പാന്റെ പേര് പറയാൻ പറ്റിയ ഒരേ ഒരു വ്യക്തിയെ ലോകത്തുള്ളൂ. നമുക്ക് പോലും നമ്മളുടെ ഒരു 4 വാപ്പാരെ പേര് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്നറിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ 20 ഉപ്പാപ്പമാരെ പേര് നമ്മൾ മദ്രസയിൽ പറഞ്ഞു പഠിക്കുന്നുണ്ട്. ആരായിരുന്നു അവരെന്ന് എന്ന് വെച്ചാൽ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ആ കുടുംബം, ആ വ്യക്തിത്വം, ആ സ്വഭാവം, ആ സംസ്കാരം. അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ചപ്പോ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വസ്തതയും ജീവിത വിശുദ്ധിയും കൃത്യമായി തറവാടുമൊക്കെ കൃത്യമായി അറിയുന്ന അദ്ദേഹം ഫദഅനാ ഇലല്ലാഹി ലിതൗഹീദി, ആദ്യമായി തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഒലിന അബുദ, അള്ളാനെ മാത്രം ആരാധിക്കണമെന്നും വനഖലഅമാ കുന്നാ നഅബുദു നഹ്നു വആബാഉനാ മിൻ ദൂനിഹി മിനൽ ഹിജാറത്തി വൽ ഔസാൻ, ഞങ്ങളുടെ പാപ്പമാരൊക്കെ ആരാധിച്ചിരുന്ന കല്ലുകളെയും ബിംബങ്ങളെയും ഒക്കെ വെടിയണമെന്നും ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്നും പഠിപ്പിച്ചു. അങ്ങനെ എല്ലാ നന്മകളുടെ അവാന്തര വിഭാഗങ്ങളും എടുത്തു പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം മനുഷ്യനെ സംസ്കരിച്ചെടുക്കുകയാണ്. അത് എല്ലാ ആരാധനയും അങ്ങനെയാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. എന്തിനാണ് നിസ്കാരം? ആ നിസ്കാരത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് മനുഷ്യനെ പൂർണ്ണമായും എല്ലാ വൃത്തികേടുകളിൽ നിന്നും സംസ്കരിച്ചെടുക്കുകയും അങ്ങനെ അള്ളാഹുവുമായിട്ട് ഒരു മനുഷ്യനെ അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ് ഇന്ന് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട 3ാമത്തെ കാര്യം, സക്കാത്ത്. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെയും സംസ്കരണം എന്നാണ്, ശുദ്ധീകരണം എന്നാണ്.
സക്ക എന്ന അറബി പദത്തിന് മറ്റൊരർത്ഥമുള്ളത് വളർച്ച എന്നാണ്. ധനം ശുദ്ധീകരിക്കുമ്പോൾ ആ ധനത്തിനൊരു വളർച്ച കിട്ടും. അത് ദുനിയാവിലും ആഖിറത്തിലും സത്യവിശ്വാസിക്ക് നേട്ടമായി മാറും. അല്ലെങ്കിലോ ആ ധനം അവനൊരു പരീക്ഷണമായി മാറും. അതുകൊണ്ട് ഇസ്ലാമിലെ മൂന്നാമത്തെ കർമ്മ പദ്ധതിയായി ഇസ്ലാം വിശുദ്ധ ഖുർആൻ സകാത്തിനെ പരിചയപ്പെടുത്തി. ആ സകാത്ത് അർഹരായ ആളുകൾക്ക് സംഘടിപ്പിക്കുകയും അങ്ങനെ സംഘടിപ്പിച്ച അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് ആർക്കൊക്കെയാണ് എന്ന് കൃത്യമായി ഖുർആൻ എടുത്തു പറഞ്ഞു. ആ അർഹരായ 8 വിഭാഗത്തിൽ ആ ധനം ചെലവ് ചെയ്യാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരായത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖ. ആ സ്വദഖ കൊണ്ട് ഉദ്ദേശം നിർബന്ധദാനമാണെന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തു തൗബയിലെ 103-ാമത്തെ ആയത്ത്. അവരിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് ആ ധനം പിടിച്ചെടുക്കണം. ഖുദ് അതൊരു കൽപ്പനയാണ്. ഒരു തെരുവാണെങ്കിൽ വാങ്ങിക്കോളിന്നല്ല. ആ രൂപത്തിൽ സക്കാത്തിനെ ആക്കി മാറ്റുന്നുണ്ട് നമ്മളെ പണ്ഡിതന്മാർ. ജനങ്ങളെ വലാലത്തിലേക്കാണ് അവർ നയിക്കുന്നത്. സംഘടിത സക്കാത്ത് ഇസ്ലാമിൽ ശരിയാകൂല എന്ന് പറയുന്നവരുണ്ട്. കാരണം അത് ഇസ്ലാമിക ഭരണമില്ലാത്തതുകൊണ്ടാണത്രേ. പിന്നെ ഇസ്ലാമിക ഭരണമില്ലാത്ത നാട്ടിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റും, ഹജ്ജിന് പോകാൻ പറ്റും, നോമ്പ് നോൽക്കാൻ പറ്റും, മുസ്ലിമായി ജീവിക്കാൻ പറ്റും. ഇസ്ലാമിക ഭരണമില്ലാത്തടത്ത് എന്ത് പറ്റൂല? സക്കാത്ത് മാത്രം പറ്റൂല. ഇനി കൊടുക്കാന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് സംഘടിതായിട്ട് വേണ്ട, ഓരോരുത്തർക്കും കൊടുക്കാം. പക്ഷേ ആ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമായും സ്വർണ്ണമാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ ഒരു മൂല്യമായി കണക്കാക്കുന്നത്. ആ സ്വർണം ആഭരണമായി സൂക്ഷിച്ചു വെച്ചാൽ അത് ഇട്ടാലും വേണ്ടിയില്ല, ഇട്ടില്ലെങ്കിലും വേണ്ടിയില്ല, എപ്പോഴെങ്കിലും ഇടാന്നുള്ള ലക്ഷ്യത്തിനു വേണ്ടി ഇനി ഒരാൾ 100 പവൻ തന്നെ ആഭരണമാക്കി വെച്ചാലും അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ആലോചിച്ച് നോക്കുങ്ങൾ. ഈ ജാതി വഴലാണ്, അല്ലെങ്കിൽ തന്നെ കുരങ്ങ്. അതിന് മണ്ടിപ്പാഞ്ഞ് കയറാൻ പറ്റിയ രൂപത്തിൽ ഒരു കോണിയും വെച്ചു കൊടുക്കുക, അതിൽക്കൂടി ഒരു പുളിയറുമ്പും കൂടെ കടിക്കുക. നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളാണത്. സാധാരണ അത്ര എളുപ്പത്തിൽ സക്കാത്ത് കൊടുക്കാൻ മടിയുള്ള മനുഷ്യന്മാർക്ക് മസാല പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത് എത്ര ആഭരണാക്കി വെക്ക, അള്ള ഹലാലാക്കിയത് നിങ്ങളാരും ഹറാമാക്കാൻ നിൽക്കണ്ട, എത്ര പണ്ടം വേണമെങ്കിലും പണ്ടായിട്ട് അവിടെ സൂക്ഷിച്ചാൽ മതി, സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന തലപ്പാവുധാരികള് ഇസ്ലാമിന് വലിയ ദോഷമാണ് വരുത്തി വെക്കുന്നത്. സംഘടിത സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ്. ആ പ്രയോഗം തന്നെ നോക്കൂ നിങ്ങൾ. ആർക്കൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നിടത്ത് ഒരു വിഭാഗത്തെ പറഞ്ഞത് ആരാന്നറിയോ? ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീന വൽ ആമിലീൻ. ആ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥർക്ക്. സക്കാത്തിന് എങ്ങനെ ഉദ്യോഗസ്ഥരുണ്ടാവുക? അത് ആളുകളിൽ നിന്ന് ശേഖരിക്കണം, അത് ആവശ്യക്കാരുടെ വീടുകളിൽ കൈകളിൽ എത്തിച്ചു കൊടുക്കണം. അതിന് കണക്ക് വേണം, അതിനൊരു ഓഫീസ് വേണം, അതിന് ഉദ്യോഗസ്ഥർ വേണം. അതല്ലാതെ വ്യവസ്ഥാപിതമായിട്ട് ആ സക്കാത്ത് ഒരിക്കലും നടക്കൂല. അപ്പൊ അതിന് ചില ഉദ്യോഗസ്ഥരുണ്ടാവും. ആ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം എവിടുന്ന? അതിൽ തന്നെ ഈ സക്കാത്തിൽ നിന്ന് ഉൽ ആമിലീന അലൈഹ, അവർക്ക് സക്കാത്തിന് അർഹതയുണ്ട് എന്ന് പോലും പറഞ്ഞു. ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത് നോക്കൂ നിങ്ങൾ. ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, അവരിൽ നിന്ന് സ്വദഖ പിടിച്ചു വാങ്ങണം. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്, നിങ്ങൾ ഒട്ടകത്തെ കൊടുത്തപ്പോൾ സക്കാത്തിന്റെ മുതലായിട്ട് ഒട്ടകത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒട്ടകത്തിന്റെ കഴുത്തിലെ കയറോടുക്കനെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ റസൂലിന് കൊടുത്തതാണ്. അതുകൊണ്ട് കയറ് ഞങ്ങൾ അയച്ചേക്കാണ്, ഒട്ടകങ്ങൾ ഇട്ടോളി, കയറ് ഞങ്ങൾക്ക് വേണമെന്നറിഞ്ഞു കണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത ധനത്തിൽ നിന്ന് ആ ഒട്ടകത്തിന്റെ കഴുത്തിൽ കെട്ടിയ കയറെങ്കിലും ഇട്ടുവച്ചാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യും. എത്ര
നിർമ്മല ഹൃദയനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയോ. പക്ഷെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ തയ്യാറായി. സക്കാത്ത് കൊടുക്കൂല, ഞങ്ങളിതുവരെ സക്കാത്ത് കൊടുത്തത് അള്ളാഹിന്റെ റസൂലിനേനു, ഇപ്പൊ റസൂൽ വഫാത്തായി, ഞങ്ങൾ സക്കാത്ത് തരൂല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചു, യുദ്ധം ചെയ്യാനൊരുങ്ങി. ഇതായിരുന്നു ഇസ്ലാമിന്റെ ചരിത്രം. പ്രവാചകനോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും, പ്രവാചകരെ അവരിൽ നിന്ന് സക്കാത്ത് പിടിച്ചു വാങ്ങണം. ആ സക്കാത്ത് തുതഹിറുഹും, അവരെ എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരിക്കുന്നതാണ്. വതുസക്കീഹിം, അതിന്റെ ലക്ഷ്യം അത് അവരെ മനസ്സിനെ സംസ്കരിക്കുന്നതാണ്. പാവപ്പെട്ടവന്റെ വേദന തിരിച്ചറിയുകയും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിൽ നിന്ന് അവന്റെ വിഹിതം അവന് കൊടുത്തേ പറ്റൂ എന്ന് തിരിച്ചറിയുകയും അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് തന്റെ ധനത്തിന്റെ ആ നിശ്ചിത നിസാബെത്തിയാൽ അതിന്റെ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ മനസ്സംസ്കരണം കിട്ടിയവരാണ്. അള്ളാഹു പറയുന്നത് വസ്വല്ലി അലൈഹിം, അതുകൊണ്ട് അവരിൽ നിന്ന് സക്കാത്ത് വാങ്ങിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രവാചകരെ അങ്ങ് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരാൾക്കൊരു മുതൽ കൊടുക്കുമ്പോൾ പടച്ചോങ്ങൾക്ക് കൂടുതൽ ഹൈറും ബർക്കത്തും തരട്ടേന്ന് നമ്മള് ജസാക്കല്ലാഹു ഖൈറ, അല്ലാഹ് യുബാരിക് ഫീക്, അല്ലാഹ് യുസല്ലിമക് എന്നൊക്കെ അറബിയിലും മറ്റും മലയാളത്തിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന ഏതൊരു മനുഷ്യന്റെ മനസ്സിനും സമാധാനം പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന സ്വലാത്തക സകനുല്ലഹും, വിശിഷ്യ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന അവർക്കൊരു മനസ്സമാധാനം നൽകുന്ന സംഗതിയാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനും സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. ധനം ഒരു വലിയ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിശ്വാസി രക്ഷപ്പെട്ടേ മതിയാകൂ. അതുകൊണ്ട് അവന്റെ ധനത്തിൽ നിന്ന് സകാത്തായിട്ടും സദഖയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രൂപത്തിൽ നൽകണം. അല്ലെങ്കിൽ ആ ധനം, ആ പിശുക്ക് അവർക്ക് തന്നെ ഒരു പരീക്ഷണമായി മാറും. ആലു ഇംറാനിൽ അല്ലാഹു ഓർമ്മിപ്പിച്ചു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവന്റെ ഔദാര്യമായി നൽകിയ ധനം നൽകാതെ പിടിച്ചു വെക്കുന്ന ആ പിശുക്കന്മാരുണ്ടല്ലോ, അവർ ഒരിക്കലും വിചാരിക്കരുതേ ഹുവ ഖൈറൻ ലഹും, അതവർക്കൊരു ഗുണകരമായ കാര്യമാണ്. ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് തിന്മയായിട്ടാണ് ഭവിക്കുക. സയുതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ, ഇൻ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, അതാണ് യൗമുൽ ഖിയാമ. ആ വിചാരണ നാളിൽ, ആ അന്ത്യനാളിൽ അവർ സൂക്ഷിച്ചു വെച്ച അന്യായമായ ധനമുണ്ടല്ലോ, അവർക്ക് തന്നെ കണ്ടാഭരണമായി അണിയിക്കപ്പെടും. മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർള്, അറിയണം ആ ആകാശഭൂമികളിന്റെ മുഴുവൻ ആ അനന്തര സ്വത്തും അതിന്റെ അവകാശം എന്ന് പറയുന്നത് ആർക്കാ? അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാ. ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈ ഔദാര്യം നൽകിയത്. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. ധനം യഥാവിധി നൽകാതിരിക്കുകയും അതിൻ്റെ ആ സ്വതക്ക അല്ലെങ്കിൽ സകാത്ത് നമ്മുടെ ധനവുമായി കൂടിക്കലരുകയും ചെയ്താൽ അത് ധനത്തെ നശിപ്പിച്ചു കളയുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാ ഖാലതത്തി സ്വതഖ ഔ ഖാല അസ്സകാ മാലൻ ഇല്ലാ അഫ്സദതുഹു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. നമ്മളുടെ ധനത്തിൽ സകാത്ത് കൊടുക്കാതെ ആ സകാത്ത് കൂടി നാം ഉപയോഗിക്കുന്ന ധനത്തിൽ കൂടി കലരുകയാണെങ്കിൽ ആ ധനത്തെ അത് നശിപ്പിച്ചു കളയുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി പ്രവാചകൻ പറഞ്ഞു, പലിശ ആളുകൾ കൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ ഇസ്ലാം നിശിതമായി എതിർത്തിട്ടുണ്ട്. എന്നാൽ ആളുകൾ ധനവർദ്ധനവിന് വേണ്ടി പലിശ എന്ന വ്യവസ്ഥിതിയെ സമീപിക്കാറുണ്ട്. ഖുർആൻ പറയുന്നത്, വമാ ആതൈതും മിൻ റിബൻ ലിയർബു ഫി അംവാലിന്നാസ് ഫലാ യർബു ഇൻദല്ലാഹ്, ധനത്തിൽ വർദ്ധനവ് കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ സ്വീകരിക്കുന്ന പലിശയുണ്ടല്ലോ, അത് ഒരിക്കലും അല്ലാഹുവിങ്കൽ ഒരു വളർച്ചയല്ല. വമാ ആതൈതും മിൻ സകാത്തിൻ
തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. എന്നാൽ നിങ്ങൾ കൊടുക്കുന്ന സകാത്തുണ്ടല്ലോ, ആ സകാത്താണ് നിങ്ങൾക്ക് ഇരട്ടിക്കിരട്ടി നിങ്ങളുടെ ധനത്തെ വർദ്ധിപ്പിക്കുന്നത്. അത് ഒരേ സമയത്ത് ധനത്തെ ശുദ്ധീകരിക്കുന്നു, അതുപോലെ തന്നെ നമ്മളുടെ ധനത്തെ വളർത്തുകയും ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തസദ്ദഖ ബിഅദിലി തംറ മിൻ കസ്ബിൻ ത്വയ്യിബ, തന്റെ ശരിയായ അധ്വാനത്തിൽ നിന്നും ധനത്തിൽ നിന്നും ഒരു കാരക്കയുടെ അത്രയെങ്കിലും ഒരാള് സദക്ക നൽകുകയാണെങ്കിൽ അത് വിശിഷ്ടമായ ധനമാകണം. കാരണം വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, നല്ലതിൽ നിന്നല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ ധനം വ്യയം ചെയ്യുമ്പോൾ അള്ളാഹു അവന്റെ വലതു കൈ കൊണ്ടാണ് അത് സ്വീകരിക്കുക. തന്റെ ആ സ്വത്ത് നൽകിയ ആളിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ധനത്തെ വളർത്തിക്കൊണ്ടിരിക്കും. ഇതുപോലെ കമാ യുറബ്ബി അഹദുക്കും ഫലുവ, ഒരാള് തന്റെ കുതിരക്കുട്ടിയെ എങ്ങനെയാണോ സംരക്ഷിച്ച് പോറ്റി വളർത്തുന്നത്, അറബികൾക്ക് ഇതാണല്ലോ കൂടുതൽ പരിചയം. കുതിരക്കുട്ടി, ഒട്ടകക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ, അതുകൊണ്ട് അതിനെ എങ്ങനെയാണോ പോറ്റി വളർത്തുന്നത് അതേ രൂപത്തില് ഹത്താ തകൂന മിസ്ലൽ ജബൽ, അതൊരു പർവ്വതം കണക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വളർത്തിക്കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ധനത്തിന് അതിന് 595 വെള്ളിയുടെ ഗ്രാമാണ്. ഏറെക്കുറെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു നിരക്കായതുകൊണ്ടാകണം. എന്തായിരുന്നാലും ആ സിൽവറാണ് അതിന് ഒരു അടിസ്ഥാന തുകയായി അല്ലെങ്കിൽ നിസാബായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. സ്വർണമാണെങ്കിൽ 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ അതിൻ്റെ ആകെ വിലയുടെ 2.5% കൊടുക്കണം. വെള്ളിയാണെങ്കിൽ 595 ഗ്രാം. ഇന്നത്തെ കേരളത്തിലെ റേറ്റ് നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും, 112 രൂപയാണ് 1 ഗ്രാം വെള്ളിക്ക്. അങ്ങനെ 595 ഗ്രാം ആകുമ്പോൾ അത് 60,000 ചില്ലാനം രൂപ വരും. ഒരു 60,000 ചില്ലാനം രൂപ ഒരാളുടെ കയ്യിൽ കൊല്ലത്തോട് കൊല്ലം കൂടി എല്ലാ ചെലവും കഴിച്ച് ബാക്കിയുണ്ടോ അതിൻ്റെ 2.5% കൊടുക്കണം. ഇതാണ് ഇസ്ലാം ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ, മറ്റെല്ലാ ആരാധനാകർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു സ്തംഭം കേടുപറ്റിയാൽ, അത് ഇല്ലാതെ പോയാൽ ഇസ്ലാമാകുന്ന സൗദം നിലനിൽക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സകാത്ത് നൽകാൻ നാം തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ധനത്തെ ശുദ്ധീകരിക്കുന്ന സദഖയും അതുപോലെ തന്നെ സകാത്തും നൽകി എല്ലാ അർത്ഥത്തിലും നമ്മുടെ ധനപരമായ ശുദ്ധീകരണം കൂടി നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെക്കുറിച്ച് അവിടുത്തെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നത്,
കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവസാന 10 ദിനങ്ങളാകുമ്പോൾ മറ്റ് ദിനങ്ങളിലില്ലാത്ത അത്രയേറെ കഠിന പരിശ്രമം ഈ അവസാനത്തെ 10 നടത്താറുണ്ടായിരുന്നു എന്നാണ്. സമൂഹത്തിൽ നമ്മൾ കാണാറുള്ളത് നേരെ തിരിച്ചാ. ആദ്യത്തെ ഒരു 5-8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം കാണിച്ച ആവേശമൊന്നും പിന്നെ കാണൂല. പിന്നെ അപ്പോഴേക്ക് ആൾക്കാർ പെരുന്നാളിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഡ്രസ്സിനെ കുറിച്ച് ചിന്തിക്കൽ തുടങ്ങിയിട്ടുണ്ടാവും. റോട്ടിലൊക്കെ ഇപ്പം നല്ല റഷാണ്. എവിടെ ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിലും അതിലൂടെ പെട്ടെന്ന് വാഹനം കടന്നു പോകാത്ത അത്രയേറെ ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരവസ്ഥ. എന്തേ ആളുകളൊക്കെ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളുമ്മൽ എത്തിക്കണ്. ഇപ്പം തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു നിമിഷവും വെറുതെ പാഴാക്കാൻ പറ്റാത്ത ദിനങ്ങളാണിത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വ അഹ്യാ ലൈല വ ഐഖല ലൈല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ആയാലേ ശദ്ദ മിഅ്സറ അവിടുത്തെ അരമുണ്ട് മുറുക്കി ഉടുക്കാറുണ്ടായിരുന്നു. ഒരു പണിക്ക് പർപ്പസ്ഫുള്ളി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള ഒരു പരിപാടിയാണ് മുണ്ടൊന്ന് മുറുക്കിയെടുക്കുക. വയന്ന ആൾക്കാരാണ് എപ്പോഴും തുണി എടുക്കാനായിട്ട് ഇരിക്കുക. അവൻ്റെ തുണി എപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് കൂലിപ്പണിക്ക് വിളിച്ചാലും അങ്ങനെ തന്നെ ഓന് തുണി എടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അവസാനം നമ്മളൊരു ബെൽറ്റോ കയറോ കൊണ്ടുവച്ചിട്ട് ഈ തുണി ഒന്നിച്ച് കെട്ടിവെക്കുമെന്ന് പറഞ്ഞാൽ ബാക്കി പണി നടക്കുമെന്നുള്ളിടത്താണുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു വയന്ന പണിക്കാരമായി ആകരുത്. അനങ്ങിയ തുണി കജ്ജുക. പിന്നെ ഓൻ്റെ പ്രധാന ഇബാദത്ത് ഈ തുണി എടുക്കൽ തന്നെ. അങ്ങനെ ആകാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആ പറഞ്ഞ ഉദാഹരണം വല്ലാത്തൊരു ഉദാഹരണമാണ്. അതെന്നെ വെച്ച് കുറേ നേരം ആലോചിച്ചാൽ ഒരുപാട് സംഗതി പറയുന്നുണ്ട്. പക്ഷെ ഒക്കെ കൂടെ ഖുതുബി പറയാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ റസൂല് ഈ ഇബാദത്തിന് വേണ്ടി പരമാവധി സമയം ഉപയോഗിച്ചിരുന്നു. ശദ്ദ മിഅ്സറ കഴിഞ്ഞില്ലട്ടോ. വ അഹ്യാ ലൈല മക്കൾ ഇറങ്ങി പോകുമ്പോൾ ചോദിക്കണം എവിടക്കടാ പോണെന്ന്. ബാക്കി തറാവീന് നേരായിട്ടുണ്ട്, ജമാഅത്തിൻ്റെ നേരായിട്ടുണ്ട്, അത്താഴത്തിൻ്റെ നേരായിട്ടുണ്ട്, എണീറ്റോ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, ഖുർആൻ ഓതിക്കോ, പ്രാർത്ഥിച്ചോ. നമ്മളുടെ കുടുംബത്തെ ആ ഇബാദത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ തന്നെ തയ്യാർ ചെയ്യേണ്ടതുണ്ട്. ആ കുടുംബിനികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ റവക്കഞ്ഞി, നമ്മളെ പത്തിരിയും, നമ്മളെ നോമ്പർക്കുമ്പോഴുള്ള പലഹാരം ഒക്കെ എന്നൊക്കെ ഉഷാറയിക്കണെന്ന് മൂപ്പരിങ്ങനെ പറയും ചെയ്യും. അതിങ്ങനെ അതിനു വേണ്ടി മാത്രം എന്ത് ചെയ്യരുത്, നമ്മളെ വളരെ വിലപ്പെട്ട സമയം നമ്മൾ ചെലവഴിക്കരുത്. നമുക്കും വേണം തറാവീഹിന് പള്ളിയിലെത്തുക. അല്ലാതെ മൂക്കറ്റം തിന്നിട്ട് ആ നോമ്പറന്നിട്ടുണ്ടല്ലോ വലിയ കുഴക്ക് എന്നും പറഞ്ഞിട്ടുള്ള ആ കെട്ടം, അത് യഥാർത്ഥ വിശ്വാസിക്ക് ചെയ്യുന്നതല്ല. ആ തീറ്റയ്ക്ക് ഒരു പരിധി വേണമെന്നർത്ഥം. എന്നാലേ നമുക്ക് നിസ്കരിക്കാൻ തന്നെ പറ്റുള്ളൂ. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും തിന്നോട്ടെ, ഒക്കെ കൂടെ ഇന്ന സമയത്തിനുള്ളിൽ തിന്ന് തീർക്കണം എന്നൊന്നുമില്ലല്ലോ. വിശാലമായ രാത്രി ഉണ്ടല്ലോ നമ്മളെടുത്ത്, എന്തിനാ ബേജാറാകുന്നത്? അപ്പം ആ നിസ്കാരത്തെ ബാധിക്കുന്ന രൂപത്തിൽ, അതിന് ഭംഗം വരുന്ന രൂപത്തിലാകരുത് നമ്മുടെ നോമ്പ് തുറ. ദൂരെ ദിക്കിലുള്ള നോമ്പ് തുറ വരെ നമ്മളങ്ങോട്ട് ഏൽക്കുകയാണ്. അതിനെന്താ പിന്നെ വരണ്ടേ, നമ്മൾ വരികയാണ്. പിന്നെ എവിടുന്നാ ഓൻ്റെ നിസ്കാരം നീട്ടി വെച്ചു. നോമ്പർക്ക് മാത്രമാണ് പ്രധാനം. ഔദുബില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പറഞ്ഞോളി, ഈ നോമ്പാണ് കഴിഞ്ഞിട്ട് ഒരു ദിവസം വരുന്നുണ്ടെന്ന്. നോമ്പിന് വന്നാൽ എൻ്റെ നിസ്കാരവും തറാവിയും ഖുർആൻ പാരായണം ഒക്കെ അതോടുകൂടി എന്താവും, പ്രശ്നമാവും. അതുകൊണ്ട് വരൂല എന്നാണ് പറഞ്ഞാൽ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ കൂടുന്ന ആ പള്ളിയിൽ നിങ്ങൾക്ക് എത്താൻ കഴിയണം. ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല. വ അഹ്യാ ലൈല അല്ലാഹുവിൻ്റെ റസൂല് ആ രാത്രി സജീവമാക്കിയിരുന്നു. വ ഐഖല അഹ്ല കുടുംബത്തെ ഉണർത്തുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചക മാതൃക എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെയാണ് ഇഅ്തികാഫിൻ്റെ കാര്യം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കെങ്കേമമായ രൂപത്തിൽ നമ്മുടെ ഈ പള്ളിയിലും ഇഅ്തികാഫിനുള്ള സൗകര്യം, അത് എല്ലാവർക്കും ഭക്ഷണം നൽകിക്കൊണ്ട് തന്നെ ഇഅ്തികാഫ് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ആണിനുമുണ്ട്, പെണ്ണിനുമുണ്ട്.
നമ്മൾ ഏസിയൊക്കെ വെച്ച് സൗകര്യപ്പെടുത്തിയപ്പോൾ ആ സൗകര്യം നമുക്ക് നാളെ ആഖിറത്തിന് ഗുണകരമായ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഇത്തിക്കാഫിനുള്ള സൗകര്യമുണ്ട്. ഇത്തിക്കാഫ് വളരെ പവിത്രമായ ഒരു ഇബാദത്താണ്. അത് അങ്ങനെ ഭജനം ഇരിക്കാൻ കഴിയുന്നവരൊക്കെ ആ ഇത്തിക്കാഫ് നിയ്യത്ത് ചെയ്തിരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് പഠിപ്പിച്ചത് ഫീ കുല്ലി റമളാനിൻ 10 അയ്യാം. പ്രവാചകൻ എല്ലാ റമളാനിലും അവസാനത്തെ 10 ഇത്തിക്കാഫ് ഇരിക്കുകയെന്ന് പതിവ്. എന്നാൽ ഫലമ്മ കാനൽ ആമുല്ലദി ഖുബിറ ഫീ, അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്ന ആ ഒരു കൊല്ലം ഇഅ്തഖഫ 20 യൗമ, 20 ദിവസം അവസാനത്തെ 2 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തിക്കാഫ് ഇരുന്നു. അതിന് കാരണമായി പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും പ്രവാചകന്റെ ഹിഫ്ള് ഖുർആൻ മനപ്പാഠം ആവർത്തി നോക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. 2 ആവർത്തിയാണ് അത് അവസാനത്തെ ആ വർഷം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടത് എന്നുകൂടി വിശദീകരണമുണ്ട്. ഏതായിരുന്നാലും നമ്മളുടെ സദക്കയുടെ കാര്യത്തിൽ, സകാത്തിന്റെ കാര്യത്തിൽ എല്ലാവരും പരമാവധി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പറഞ്ഞിടത്ത് ഏറ്റവും കൂടുതൽ ഉദാരമതി പ്രവാചകനായിരുന്നു എന്നും റമളാനിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും വലിയ ഔദാര്യമാണ് കാണിച്ചിരുന്നത് എന്നും, അങ്ങനെ റമളാന്റെ രാവിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ മനപ്പാഠം നോക്കുകയും ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈർ മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന ഒരു കാറ്റ് പോലെ അത് എവിടെയൊക്കെ തട്ടുന്നുണ്ട്, എവിടെയൊക്കെ തഴുകുന്നുണ്ട്, ആർക്കൊക്കെ അത് നന്മ പകരുന്നുണ്ട്, ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് എല്ലാവരോടും അങ്ങേയറ്റത്തെ ഔദാര്യം കാഴ്ചവെക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയും ആ രൂപത്തിൽ നമ്മളുടെ സദക്കയും സകാത്തും പരിവർത്തിപ്പിക്കാൻ നാം ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ നൽകുന്ന ആ ഒരു സംഖ്യ കൊണ്ട് തന്നെയാണ് ആ പ്രവർത്തനങ്ങളൊക്കെ നൽകുന്നത്. അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിൻ്റെ പുരോഗതിക്കും വേണ്ടി എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യണമെന്നുകൂടി ഉണർത്തുകയാണ്. നമ്മുടെ സഹോദരൻ മുള്ളമ്പാറയിലുള്ള കോയയുടെയും ഉസ്മാൻ കോയയുടെയും ഉമ്മർ കോയയുടെയും ഒക്കെ ഉമ്മ ബിച്ചി ഐഷുമ്മ എന്നിവർ മിനിഞ്ഞാന്ന് മരണപ്പെടുകയുണ്ടായി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മക്കൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ സ്ഥാപനം അത് സ്ഥാപിച്ചത് മുതൽ അതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിയായിരുന്നു നമ്മുടെ മഞ്ചേരിയിലെ പാലക്കുളത്തുള്ള മങ്കരത്തൊടി മുഹമ്മദ് സാഹിബ്. അദ്ദേഹവും കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരേതർക്ക് അവരിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി കൊടുക്കുകയും അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖിയായ ജീവിതം നന്നാക്കി തീർക്കുമാറാകട്ടെ. സ്വർഗീയ അനുഭൂതികൾ അനുഭവിച്ചുകൊണ്ട് അവർക്ക് ഖബർ ജീവിതം നയിക്കുവാനുള്ള സൗകര്യവും അതുപോലെ തന്നെ സൗഭാഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വഅഫു അൻഹും വആഫിഹിം വഅക്രിം നുസുലഹും വവസ്സിഅ മുദ്ഖലഹും. اللهم اغسلهما بماء وثلج وبرد ونقهما من الخطايا كما ينقى الثوب الأبيض من الدنس وأبدلهما دارا خيرا من دارهما وأهلا خيرا من أهلهما. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم من أحييته منا فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان. اللهم لا تحرمنا أجره ولا تضلنا بعده. اللهم أجز لهما عن الإحسان إحسانا وعن الإساءة عفوا وغفرانا. ربنا
اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم لا تدع لنا ذنبا إلا غفرته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا هما إلا فرجته ولا دينا إلا قضيته برحمتك يا أرحم الراحمين